ദോശ പോലെ സോഫ്റ്റായിട്ടുള്ള മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആട്ട, 1/2 കിലോ ഗോതമ്പ് പൊടി, പിന്നെ 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഞാൻ ഈ വെള്ളത്തിൻ്റെ അളവ് പറയാത്തത് എന്താണെന്നറിയാവോ, ഈ നമ്മൾ ഓരോരോ ഗോതമ്പ് പൊടിക്ക് ഓരോ വെള്ളത്തിൻ്റെ അളവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില ഗോതമ്പ് പൊടിക്ക് കൂടുതലായിരിക്കും വേണ്ടി വരിക, ചിലപ്പോൾ കുറച്ചായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഉപ്പ് അതിന് മേലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആണ് ചെയ്യാറുള്ളത്. വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഒഴിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉപ്പ് പലയിടത്തും ഇങ്ങനെ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റായിരിക്കും. ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലൊന്നും അതിൻ്റെ അളവൊന്നും കറക്റ്റായിരിക്കില്ല. ചിലപ്പോൾ വെള്ളം കൂടിയോ കുറഞ്ഞോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചപ്പാത്തിയായിട്ട് പോലും കിട്ടില്ല. അപ്പോൾ പിന്നെ സോഫ്റ്റ് ആവുന്നതിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സാധാരണ വീട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടും കരണ്ടി കൊണ്ടും ഒക്കെ ഇളക്കാനും പിടിക്കാനൊന്നും അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഇത് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് രീതിയാണോ അത് തന്നെ ചെയ്യണം. അല്ലാതെ ഇത് സോഫ്റ്റായിട്ടോ അങ്ങനെയൊന്നും വരില്ല. നമ്മളിത് ജസ്റ്റ് മിക്സ് ചെയ്യുന്നത് മാത്രമാണ് ഈ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇത് കുഴയ്ക്കുന്നതൊക്കെ ഈ നമ്മുടെ ഈ സ്ലാപ്പിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം അതിൻ്റെ ആ ഒരു മയം കിട്ടണമെങ്കിലും ആ ഒരു സോഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മളത് അങ്ങനെ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളാക്കിയെടുത്ത് കഴിഞ്ഞാൽ എത്രയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. എൻ്റെ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ചിലപ്പോൾ അത് ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാനും പറ്റുമായിരിക്കും. പക്ഷേ ഇത് ഞാൻ എൻ്റെ മെത്തേഡ് ഞാൻ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായ പിന്നെ നമ്മളത് ഇവിടെ താഴെ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് കുഴയ്ക്കാൻ പോകുന്ന സ്ഥലം നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ട് നമ്മളിത് വെച്ച് കുഴയ്ക്കുകയാണ്. എന്ത് നമ്മൾ നല്ല ടേസ്റ്റോടുകൂടെ കഴിക്കണമെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ പണിയെടുക്കണം. ആ പണിയെടുത്താലേ ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ ഈസി ആയിട്ടുള്ള പരിപാടികളൊക്കെ കുറേ റെസിപ്പീസുകളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്താണെങ്കിലും അതിൻ്റേതായിട്ടുള്ള രുചി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുത്താലേ പറ്റുള്ളൂ. നമുക്കിത് കുറച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് ഒരു ഇച്ചിരി ഹാർഡാണ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സസൈസും കൂടി ആയി. ഇതിന് ശരിക്കും ഇങ്ങനെ കുഴയ്ക്കുക മാത്രമല്ല, ഇങ്ങനെ ഒരു ഉരുട്ടിയെടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതും ഈ സോഫ്റ്റ് ആവാനുള്ള ഒരു കാര്യമാണ്. കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഇടയിലൊക്കെ ലൈൻസ് കാണും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കറക്റ്റാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ട് ഈ ചപ്പാത്തി കിട്ടും. ഇത് ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ചപ്പാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ചപ്പാത്തി നമ്മളൊന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഒരു ഉണങ്ങിയ പരുവത്തിലാവുമൊക്കെ അങ്ങനെയുള്ളതൊന്നും ആവില്ല. എപ്പോഴും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ ഈ ഒരു റൗണ്ടിനകത്ത് ഇങ്ങനെ ലൈൻസ് ഒന്നുമില്ല. ഉണ്ടോ? ഞാൻ സാധാരണ രീതിയിൽ ഇതിങ്ങനെ വല്ലാണ്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോ, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെ വെക്കും. അത്രയേ ഉള്ളൂ. ഇത് അല്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ തന്നെ സോഫ്റ്റായി. പിന്നെ അതങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. കുഴച്ച് വെച്ചാൽ ഈ അറ്റം മുതലൊന്ന് എടുത്തു തുടങ്ങണം കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടാണ് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മടക്ക് ചപ്പാത്തിയാണ് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. കാരണം മക്കൾക്ക് അതേ ഇഷ്ടപ്പെടാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മാവ് കൂട്ടിയെടുത്തിട്ട് ഏകദേശം ഒരു ഈ സൈസിൽ നമുക്കിപ്പം ചെറുതായിട്ടുള്ള മടക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ട് മാവ് എടുക്കാം. ഇതൊന്നും അങ്ങനെയൊന്നും ഒരു വിഷയമൊന്നുമില്ല ഇതിനകത്തിപ്പോൾ. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമാണല്ല. നമുക്ക് ചെറിയ ചപ്പാത്തി വേണമെങ്കിൽ ചെറുതായിട്ട് എടുക്കുക, വലിയ ചപ്പാത്തി വേണമെങ്കിൽ വലുതായിട്ട് എടുക്കുക. പക്ഷെ കുഴച്ചെടുക്കുന്ന മാവ് മാത്രം അടിപൊളിയായിട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മളിപ്പം ഉരുണ്ടയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലൈന് ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ലൈനൊക്കെ കാണും. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ആദ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല, അപ്പോൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. കുറേ പ്രാവശ്യമൊക്കെ മിസ്റ്റേക്കുകൾ വന്ന് പിന്നെ ചെയ്യുമ്പോൾ എല്ലാം ശരിയാവും. അങ്ങനെ നമ്മൾ പക്ഷേ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് മുതിരുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചൊരു മോട്ടിവേഷൻ കൂടെ നിങ്ങൾക്ക് തരുവാണ്. ഓരോ ഉരുളയും ഇതുപോലെ നമ്മുടെ കൈവെള്ളയിലിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. നമ്മൾ കുറച്ചൊന്ന് നന്നായി ഉണ്ടാക്കാൻ നോക്കിയാൽ നല്ല രീതിക്ക് ടേസ്റ്റോടെ കഴിക്കാം.
കുട്ടികളാണെങ്കിലും ഒരെണ്ണം കഴിക്കുന്നിടത്ത് രണ്ടെണ്ണം കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാൻ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ ഇന്ന് സ്കൂളുണ്ട്, അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ചെറുതാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും സമയമാകും. ഇവിടെ ആണെങ്കിൽ 7:45 കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീച്ചിട്ട് എത്ര നേരത്തെ എണീറ്റ് കഴിഞ്ഞാലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും അതിനുള്ള സമയം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് കുറച്ചൊരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് എടുക്കുന്നത്. 1/2 കിലോ മാവിൽ 10 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പാത്രത്തിൻ്റെ സൈഡിലേക്ക് കുറച്ച് മാവ്, ഒരു 2 സ്പൂണോ ഒരു 3 സ്പൂണോ അത്ര ആവശ്യം വരുള്ളൂ. ഈ മാവിലിങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഞാനിങ്ങനെയാണ് പരത്തുന്നത്. ചിലർ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പരത്തുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പരത്തുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നത് കേട്ടോ. നമ്മൾ നല്ല തിന്നായിട്ടൊന്നും പരത്തേണ്ട കാര്യമില്ല. അത്യാവശ്യം ഇങ്ങനൊന്ന് ശരിക്കും സാധാരണ ഒരു ചപ്പാത്തിൻ്റെ സൈസിലൊക്കെ ആക്കിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഭയങ്കര എണ്ണയൊക്കെ ഉപയോഗിച്ച് ചപ്പാത്തി കഴിക്കണമെന്ന് അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. നമ്മൾ നാടൻ വെളിച്ചെണ്ണയല്ലേ, കുറച്ചൊക്കെ ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. എണ്ണ ഒട്ടും പറ്റില്ല എന്നുള്ളവർക്ക് ജസ്റ്റ് എണ്ണ തേക്കാതെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും സോഫ്റ്റ്നെസ്സിന് ഒരു കുറവുണ്ടാവില്ല. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചാലേ സോഫ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാനിതിങ്ങനെ 2 രീതിയിൽ, ഞാനിപ്പോൾ എനിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എണ്ണ ഒഴിക്കാതെ എടുക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കും. ഒരുപാട് തിന്നാക്കി പോകരുത്. അപ്പം ചിലടത്ത് അത് ഭയങ്കര തിന്നായിരിക്കും, ചിലടത്ത് കുറച്ച് കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒപ്പം വേവാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു ഇത്ര ഈ ഒരു രീതിക്ക് ഉണ്ട്. ഇതിപ്പോൾ പരത്തി എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് കൺഫേമാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെന്താ ഇവിടെയൊക്കെ അങ്ങനെ ഇടുന്നതെന്നൊന്നും വിചാരിക്കുന്നത്. ഇവിടെയൊക്കെ ക്ലീനാക്കി വെച്ച സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയൊക്കെ ഇത് മൊത്തത്തിൽ നന്നായി ക്ലീനാക്കിയിട്ട് തന്നെയാണ് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബുക്കിൽ പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തൊട്ടും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ എന്നാൽ നമ്മൾ ആ ഒരു പരുവത്തിൽ നല്ല മയത്തിൽ ഒന്ന് പരത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പം നമ്മൾക്കിങ്ങനെ പരത്തുമ്പോൾ തന്നെ അറിയാം ആ ഒരു സോഫ്റ്റ്നെസ് വരും. ഫസ്റ്റ് നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യണോ കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തല്ലേ പഠിക്കുന്നത്. വലിയ തത്വമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വീണ് നടക്കാൻ പഠിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതൊക്കെ ചെയ്ത് തന്നെയാണ് പഠിക്കുക. അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത്. പിന്നെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുകയൊക്കെ വേണം. നമ്മൾ ഭയങ്കര തിന്നായിട്ടല്ല പരത്തിരിക്കുന്നത്, പക്ഷേ മടക്കപ്പത്തി നല്ല രീതിക്ക് വരും. ഇപ്പം മടക്കുന്ന രീതി അറിയുമായിരിക്കും, എന്നാലും ഞങ്ങൾക്ക് ശരിക്കും ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. അത്യാവശ്യം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ അങ്ങനെ പരത്തുക. ഞാൻ നേരത്തെ ഇങ്ങനെ കൈവച്ചിങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ടൊക്കെയാണ് പരത്തുന്നത്. എനിക്കറിയില്ല, അത് എനിക്ക് പിന്നീടൊന്നും അങ്ങനെ കിട്ടാറില്ല. പിന്നെ മടക്ക ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രീതിക്ക് പരത്തി എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ കുറച്ച് എണ്ണ തൂവിയാൽ മതി. എന്നിട്ട് നമ്മളിതെല്ലായിടത്തേക്കും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ സെൻറ്ററിലേക്ക് വെക്കുന്നതിൻ്റെ അതിനെ കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു എൻഡിങ്ങിലേക്ക് എത്തണം അടുത്ത മടക്ക്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് വയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. വേണ്ട കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക്. എന്നിട്ട് അങ്ങ് വെച്ചിട്ട് ഒന്ന് പരത്തി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. മാവ് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പരത്തുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ആവും ഇത് എത്ര രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം വരെ വെച്ച് കഴിഞ്ഞാലും ഒരേ രീതിയിൽ തന്നെ ഇരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചപ്പാത്തി കഴിക്കാൻ പ്രത്യേകിച്ചൊരു ഇഷ്ടമൊക്കെ തോന്നും. ഇത് വിശക്കാനുള്ള സമയമാ. കമോൺ ഡ്രാ ബേബി കമോൺ. ഇപ്പോൾ ശരിയാക്കി തരാം കേട്ടോ. ഒരു 10 മിനിറ്റ് റെഡിയാക്കാം. ഞാനിവിടെ ഷൂട്ട് ആയതുകൊണ്ട് കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു കേട്ടോ. ചപ്പാത്തി കഴിക്കാനൊന്നും വിടാതെ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ദോശ ഉണ്ടാക്കുന്ന പാനിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാന് നാശമായിപ്പോയി എന്ന് പറഞ്ഞാലും പോരാ, അത്രയും അത് മൊത്തം വല്ലാതെ കേടുവന്നു ആ പാത്രം. ആ പാന് ഭയങ്കരമായിട്ട് കേടായി. അപ്പോൾ പിന്നെ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് ഇത് ഉണ്ടാക്കുകയാണ്.
ഇത് കണ്ടോ, ഒരു പൊള്ളായിട്ട് വരുന്നുണ്ടത് ഒറ്റ രീതിയിൽ ഒന്ന് പൊങ്ങിയിരിക്കുന്നുണ്ടോ. അത്രയും സോഫ്റ്റ് ആയിരിക്കും ഈ സാധനം. ജസ്റ്റ് ഉള്ളൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് സൈഡൊക്കെ ഒന്ന് വേവിക്കുക. നല്ലതാണ്, അടിപൊളിയായിരിക്കും, ഭയങ്കര പക്ക സോഫ്റ്റ് ആയിരിക്കും. വെറുതെ ഒരു തമ്മിലിട്ടൊന്നുമല്ല കേട്ടോ, അത്രയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അത്രയും ഉറപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ട് നേരെ കാസറോളിലേക്ക് ഇടുക. എന്നിട്ടൊരു 10 മിനിറ്റ് കാസറോളിൽ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് 10 മിനിറ്റ് അല്ല, 1 മണിക്കൂർ കഴിഞ്ഞാലും 2 മണിക്കൂർ കഴിഞ്ഞാലും വൈകുന്നേരം ആയാലും അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ളതിന് മേലെ കയറി കിടക്കാൻ തോന്നും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മടക്കയപ്പത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെൽ ബട്ടൺ ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക് യു, നമസ്കാരം.